ടു നാവിൻ രുചി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇവനാണ്, ഇറാനി ചിക്കൻ പോള. കാണുമ്പോൾ ഏകദേശം നമ്മുടെ പിസ്സ പോലെ തന്നെ ഇരിക്കും. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. കിഡ്സിനൊക്കെ ഈവനിങ് സ്നാക്കായി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിക്കുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല പിടിക്കാനായി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചതും 1/4 കപ്പ് പാലും 1/4 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. ഇതിന്റെ പാകമെന്ന് പറയുന്നത് ദോശമാവിനേക്കാളും ഒരു ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി വേണം. അങ്ങനെ ഇപ്പൊ നല്ലതുപോലെ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുഴുവൻ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ ശരിക്കും ഡീപ് ഫ്രൈ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ഓണിയനും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ലിഡ് വെച്ച് നന്നായി മൂടി ഒരു 10 to 15 മിനിറ്റ് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റിൽ നമ്മളുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ചൂടോടെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഏകദേശം പിസ്സ പോലെ തന്നെ ഉള്ളത്, പക്ഷെ നമ്മുടെ ഇന്ത്യൻ മസാല ടച്ചൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എന്താ പറയാ അടിപൊളി. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നമ്മുടെ കായ്പോള പോലെ തന്നെയാണ് ചിക്കൻ പോള. നല്ല ഇന്ത്യൻ സ്പൈസി മസാല വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.